ഹായ് ഫ്രണ്ട്സ്, ആസ് വെൽ ആസ് പഠിക്കാം നമുക്കിന്ന്. എന്താണ് ആസ് വെൽ ആസ്? ഇറ്റ് ഹാസ് എ സെയിം മീനിങ് ടു നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നമുക്ക് ഓൾറെഡി ഒരു ഫാക്റ്റ് അറിയാം, അതിലേക്ക് മറ്റൊന്നുകൂടെ ചേർത്ത് പറയുമ്പോഴാണ് ആസ് വെൽ ആസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് മലയാളം. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് മലയാളം. അവൾക്ക് ഇംഗ്ലീഷ് അറിയാം, മലയാളവും കൂടെ അറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആസ് വെൽ ആസ് ഉപയോഗിക്കുന്നത്. ആസ് വെൽ ആസിൻ്റെ ഡിഫറെൻറ്റ് കോണ്ടക്സ്റ്റുകൾ നോക്കാം നമുക്ക് ഡിഫറെൻറ്റ് സെൻറ്റൻസുകളിലൂടെ. ഷി ഹാസ് ഗോട്ട് എ ഗോട്ട് ആസ് വെൽ ആസ് 3 cats and 5 dogs. ഷി ഹാസ് ഗോട്ട് എ ഗോട്ട് ആസ് വെൽ ആസ് 3 cats and 5 dogs. അവൾക്ക് എന്തെല്ലാം ഉണ്ട്, അതല്ലെങ്കിൽ എന്തെല്ലാം കിട്ടിയിട്ടുണ്ട്? ഷി ഹാസ് ഗോട്ട് എ ഗോട്ട്, ഒരു ഗോട്ട്, ആസ് വെൽ ആസ് 3 cats and 5 dogs. ഓക്കെ, 3 ക്യാറ്റും പിന്നെ 5 ഡോഗ്സും. അപ്പോൾ ആസ് വെൽ ആസ് എന്ന് പറയുന്നത് ആൻഡിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണെന്ന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് പലർക്കും. അങ്ങനെയല്ല, നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്ന മീനിങ്ങിലാണ് ആസ് വെൽ ആസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഷി ഹാസ് ഗോട്ട് എ ഗോട്ട് ആസ് വെൽ ആസ് 3 cats and 5 dogs എന്ന് നമ്മൾ പറയുന്നത്. ദെൻ മറ്റൊരു എക്സാമ്പിൾ, ഹി ഈസ് ക്ലവർ ആസ് വെൽ ആസ് നൈസ്. ഹി ഈസ് ക്ലവർ ആസ് വെൽ ആസ് നൈസ്. കുറച്ചുകൂടെ ഉദാഹരണങ്ങൾ പറഞ്ഞു നോക്കാം. ഷീ വർക്ക്സ് ഇൻ ടെലിവിഷൻ ആസ് വെൽ ആസ് റൈറ്റിംഗ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. ഷീ വർക്ക്സ് ഇൻ ടെലിവിഷൻ ആസ് വെൽ ആസ് റൈറ്റിംഗ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. അവർ ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ കുട്ടികൾക്ക് വേണ്ടി കഥ എഴുതുന്നുമുണ്ട്. സോ ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഇതിൽ ആസ് വെൽ ആസിന് ശേഷം വന്നിരിക്കുന്ന വേർബ് ING ഫോമിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, റൈറ്റിംഗ് സ്റ്റോറീസ്. അപ്പോൾ ആസ് വെൽ ആസിന് ശേഷം വരുന്ന വേർബ് ING ഫോമിലാണ് നോർമലി നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു നോക്കാം. സ്മോക്കിംഗ് ഈസ് ഡേഞ്ചറസ്. സ്മോക്കിംഗ് ഈസ് ഡേഞ്ചറസ് ആസ് വെൽ ആസ് മേക്കിംഗ് യു സ്മെൽ ബാഡ്. ആസ് വെൽ ആസ് മേക്കിംഗ് യു സ്മെൽ ബാഡ്. സ്മോക്കിംഗ് ഈസ് ഡേഞ്ചറസ് ആസ് വെൽ ആസ് മേക്ക് എന്നല്ല, ഓർ മേക്സ് ഒന്നുമല്ല, മേക്കിംഗ് യു സ്മെൽ ബാഡ്. സ്മെൽ ബാഡായിട്ടുള്ള സ്മെല്ല് കൂടെ അതിൽ നിന്ന് കിട്ടും നമുക്ക്. ഓക്കെ, ഷീ സിങ്സ് ആസ് വെൽ ആസ് പ്ലേയിങ് ദ പിയാനോ. ഷീ സിങ്സ് ആസ് വെൽ ആസ് പ്ലേ എന്നല്ല, ഷീ സിങ്സ് ആസ് വെൽ ആസ് പ്ലേയിങ് ദ പിയാനോ. പ്ലേയിങ് ദ പിയാനോ, അവൾ പാട്ട് പാടുകയും പിയാനോ വായിക്കുകയും ചെയ്യും. പ്ലേയിങ് ദ പിയാനോ. ഇനി മറ്റൊരു സെൻറ്റൻസ് നോക്കാം. ഐ ഹാവ് ടു ഫീഡ് ദി ആനിമൽസ്. ഐ ഹാവ് ടു ഇൻഫിനിറ്റീവ് ഉള്ള വേർബാണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ടു ഫീഡ് ദി ആനിമൽസ് ആസ് വെൽ ആസ് water the plants. As well as water the plants. I have to feed the animals as well as water the plants. As well asന് ശേഷം അവിടെ നമ്മൾ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കേണ്ടതില്ല. നേരത്തെ ടു ഇൻഫിനിറ്റീവ് ഉണ്ടെങ്കിലും, മീൻസ് ആദ്യം വന്നിരിക്കുന്ന വേർബിൽ ടു ഇൻഫിനിറ്റീവ് ഉണ്ടെങ്കിലും രണ്ടാമത്തതിൽ അത് റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല ആസ് വെൽ ആസ് വരുമ്പോൾ. സോ ഐ ഹാവ് ടു ഫീഡ് ദി ആനിമൽസ് ആസ് വെൽ ആസ് വാട്ടർ ദ പ്ലാന്റ്സ്. വാട്ടർ ദ പ്ലാന്റ്സ് മതി, ടു വാട്ടർ ദ പ്ലാന്റ്സ് എന്ന് വേണ്ട. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സോ ആസ് വെൽ ആസ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ. കുറച്ച് ഉദാഹരണങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി കൂടുതൽ പഠിക്കുക. ബൈ, ടേക്ക് കെയർ.